ഇതാണ് അരിസോണയിലെ പിക്കാച്ചോയിലുള്ള റൂസ്റ്റർ കോക്ക്ബേൺ ഓസ്ട്രിച്ച് റാഞ്ച്. ഫീനിക്സിൽ നിന്ന് ട്യൂസാനിലേക്കുള്ള വഴിയിൽ 67 മൈലാണ് പിക്കാച്ചോയിലേക്ക്. 1993 DC റൂസ്റ്റർ കോക്ക്ബേണും അദ്ദേഹത്തിൻ്റെ മകൾ ഡെന്ന കോക്ക്ബേൺ ബാരറ്റും ഒക്ലഹോമ സ്റ്റേറ്റിൽ നിന്നും പിക്കാച്ചോയിലേക്ക് ഓസ്ട്രിച്ച് ഫാം സ്ഥാപിക്കുന്നതിനായി എത്തി. 1999 കോക്ക്ബേൺ കുടുംബം ഇവരുടെ റാഞ്ച് പൊതുജനങ്ങൾക്ക് കാണുവാൻ വേണ്ടി തുറന്നു കൊടുത്തു. ഇവിടെ ഒട്ടകപ്പക്ഷിയെ കൂടാതെ പലതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളുമുണ്ട്. കൂടാതെ ഇവിടെ സ്റ്റിംഗ് റേ അഥവാ തിരണ്ടി മീനുമുണ്ട്. റേ എന്ന തിരണ്ടിയുടെ ഒരു വർഗ്ഗമായ സ്റ്റിംഗ് റേക്ക് ആ പേര് വരാൻ കാരണം വാലിൻ്റെ അറ്റത്തുള്ള കൂർത്ത അമ്പിൻ്റെ അഗ്രം പോലെയുള്ള ഭാഗം കൊണ്ട് അവ സ്വയരക്ഷയ്ക്ക് വേണ്ടി കുത്തുന്നത് കൊണ്ടാണ്. $15 ഇവിടെ പ്രവേശിക്കാനും എല്ലാ മൃഗങ്ങളെയും സ്റ്റിംഗ് റേയെയും ഫീഡ് ചെയ്യാനുള്ള ഭക്ഷണവും കിട്ടും. സ്റ്റിംഗ് റേ ഫീഡിംഗ് വേണ്ടായെങ്കിൽ $12 പ്രവേശന ഫീസ്. ഞങ്ങൾ ഈ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്നും ആനിമൽ ഫീഡിങ്ങിനുള്ള സ്ഥലത്തേക്ക് നീങ്ങിയാണ്. ഇവിടെ മുകളിൽ എഴുതിയിരിക്കുന്ന ഇവരുടെ ദ ഡാൻഡസ്റ്റ് പ്ലേസ് യു എവർ വിസിറ്റ് എന്ന സ്ലോഗന് കാരണം കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇവിടുത്തെ സന്ദർശനം ഇഷ്ടപ്പെടും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഇതാണ് ക്രിറ്റർ ഫീഡിംഗ് അഥവാ മൃഗങ്ങളെ തീറ്റ കൊടുക്കാൻ സന്ദർശകർക്കുള്ള സ്ഥലത്തേക്കുള്ള എൻട്രൻസ്. ഇവിടെ മുൻപിൽ കാണുന്നതാണ് ലിറ്റിൽ ഡോങ്കി ടൗൺ. ഇവിടെ നമുക്ക് കഴുതകളെ ഫീഡ് ചെയ്യാം. മാളു ഇപ്പോൾ കഴുതയെ ഫീഡ് ചെയ്യുകയാണ്. കുതിരവർഗത്തിൽപ്പെട്ട ഇക്കിഡേക്ക് ഇനത്തിൽപ്പെട്ട ഒരു വളർത്തുമൃഗമാണ് കഴുത. ആഫ്രിക്കൻ വൈൽഡാസിൻ്റെ പിന്മുറക്കാരാണ് ഇവർ. ഒരു ശരാശരി കഴുതയുടെ ഉയരം 100 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 40 ഇഞ്ചും തൂക്കം 250 കിലോ അല്ലെങ്കിൽ 550 പൗണ്ടുമാണ്. 5000 വർഷത്തിലധികമായി ഇവയെ പണിയെടുപ്പിക്കാനുള്ള മൃഗമായി ഉപയോഗിക്കുന്നു. ലോകത്താകമാനം 4 കോടിയിലേറെ കഴുതകളുണ്ട്. ഇവയെ കൂടുതലായി അവികസിത രാജ്യങ്ങളിലാണ് കാണുന്നത്. ആർക്കും എന്നോട് പിണക്കം തോന്നല കേട്ടോ. നിങ്ങളെ ആരെയും ഉദ്ദേശിച്ചല്ലേ ഞാൻ കഴുതകളെക്കുറിച്ച് പറഞ്ഞ. ഈ പാവം മിണ്ടാപ്രാണികളുടെ ചരിത്രം അല്പം പറഞ്ഞാണ്. ഇപ്പോൾ അപ്പുവിനും കഴുതയെ ഫീഡ് ചെയ്യണം. മാള് ചെയ്താൽ പിന്നെ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന അപ്പു. ഏതായാലും അവനും ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഇവിടെ എഡ്ലിനും ഏഡനും ഡോങ്കിയെ ഫീഡ് ചെയ്യുകയാണ്. പൊന്നും ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കഴുതകളെല്ലാം വായി തുറന്ന് ഭക്ഷണത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു. ഈ കാണുന്നതാണ് പരാക്കിറ്റ് പേർച്ച്, അതായത് പരാക്കീറ്റുകൾക്ക് വിശ്രമിക്കാനുള്ള മരച്ചില്ലകൾ. പരാക്കിറ്റ് ചെറുതും ഇടത്തരവും വലുപ്പമുള്ള തത്തകളുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. മെലോസിപ്റ്റക്കസ് ഉണ്ടുലാറ്റസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. പാരറ്റ് എന്ന അർത്ഥം വരുന്ന പെരോക്വറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് പരാക്കീറ്റ് എന്ന പേരിൻ്റെ ഉത്ഭവം. പരാക്കിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ലോങ് ടെയിൽ അഥവാ നീളമുള്ള വാൽ എന്നാണ്. പരാക്കിറ്റ് വിവിധ ജനുസിൽപ്പെട്ടവയാണ്. പല നിറങ്ങളിലും വലുപ്പത്തിലും ഇവയെ കാണാം. ഇവരുടെ സ്വദേശം ഓസ്ട്രേലിയയാണ്. അവിടെ ഇവ അറിയപ്പെടുന്ന ബജ്രഗാർസ് അല്ലെങ്കിൽ ബജീസ് എന്നാണ്. 120-ൽ പരം സ്പീഷീസിൽ ഉള്ള പരാക്കിറ്റുകളുടെ ഒരു വർഗം മാത്രമാണ് US-ൽ പെറ്റായി വളർത്തുന്നത്. ഇത് വളരെ സോഷ്യലായിട്ടുള്ള പക്ഷികളാണ്. മാളുവും അപ്പും പരാക്കിറ്റുകളെ ഫീഡ് ചെയ്യുകയാണ്. അങ്ങനത്തെ വെച്ചാൽ ചെറിയ ജീവികളായതുകൊണ്ട് അവർക്കുള്ള ഫീഡ് ഒരു സ്റ്റിക്കിൽ പറ്റിച്ചു വച്ചിരിക്കുന്ന വലിപ്പം കുറഞ്ഞ ഫീഡാണ്. മാളുവിനും അപ്പുവിനും മൃഗങ്ങളെ വളരെ ഇഷ്ടമാണ്. അതുപോലെ ഇവിടെ എഡ്ലിനും ഏഡനും പരാക്കിറ്റുകളെ ഫീഡ് ചെയ്യുന്നുണ്ട്. അവിടെ മുൻപിൽ മോൾ ഇൻ ദ വോൾ ഗാങ് എന്ന് എഴുതി വച്ചിരിക്കുന്നിടത്താണ് ഇവിടുത്തെ പ്രധാന ആകർഷണമായ ഒട്ടകപ്പക്ഷികൾ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി 1000 വർഷങ്ങൾക്ക് മുമ്പ് മഡഗാസ്കറിൽ ജീവിച്ചിരുന്ന ഒരു തരം എലഫന്റ് പക്ഷിയായിരുന്നു. ഏതാണ്ട് 1760 പൗണ്ട് അല്ലെങ്കിൽ 800 കിലോ ആയിരുന്നു അതിൻ്റെ തൂക്കം. അവയ്ക്ക് ഒരു വലിയ ഡൈനോസറിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് അവയ്ക്ക് വംശനാശം സംഭവിച്ചു. ഓസ്ട്രിച്ചാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷി. ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡൈനോസർ ആണ്. സ്തുതിയോണിഫോമസ് വംശത്തിൽപ്പെട്ട ഒട്ടകപ്പക്ഷിയുടെ സ്വദേശം ആഫ്രിക്കൻ സമതലങ്ങൾ ആണ്. ഒരു ആൺ ഒട്ടകപ്പക്ഷിയുടെ ഉയരം 2.8 മീറ്റർ അല്ലെങ്കിൽ 9.2 അടി വരെ വരും. ഇതിൻ്റെ തൂക്കം 156 കിലോ അല്ലെങ്കിൽ 344 പൗണ്ട് വരെ വരും. 1.4 കിലോ അല്ലെങ്കിൽ 3.2 പൗണ്ട് വരെ തൂക്കമുള്ള ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ പക്ഷിമുട്ട. ആഫ്രിക്കൻ പുൽത്തടങ്ങളിലെ ഏറ്റവും വേഗമേറിയ മൃഗങ്ങളിൽ ഒന്നാണ് ഒട്ടകപ്പക്ഷി.
ഇവയ്ക്ക് മണിക്കൂറിൽ 70 കിലോമീറ്റർ അല്ലെങ്കിൽ 45 മൈൽ വരെ സ്പീഡിൽ ഓടാൻ സാധിക്കും. ഇവയ്ക്ക് മൈലുകളോളം 60 കിലോമീറ്റർ എന്ന സ്റ്റഡി സ്പീഡിൽ ഓടാൻ സാധിക്കും. ഒറ്റ കാൽവയ്പിൽ 5 മീറ്റർ വരെ നീങ്ങുന്ന ഇവർ 40 കിലോമീറ്റർ മാരത്തോൺ 40 മിനിറ്റിൽ പൂർത്തിയാക്കും. വലിയ ശരീരഭാരം കാരണം ഒട്ടകപ്പക്ഷി പറക്കുകയില്ല. ഇവയുടെ 2 മീറ്ററോളം വരുന്ന വലിയ ചിറകുകളാണ് ഇത്രയും സ്പീഡിൽ ഓടാൻ ഇവരെ സഹായിക്കുന്നത്. ഒട്ടകപ്പക്ഷിയുടെ ഇറച്ചി വളരെ സ്വാദിഷ്ടമാണ്. സ്വാദിലും ടെക്സ്ചറിലും ഏറ്റവും മികച്ച ബീഫിനോട് സമാനമാണ് ഇതിൻ്റെ ഇറച്ചി. ചിക്കൻ, ടർക്കി എന്നിവയെക്കാളും കൊഴുപ്പ് കുറഞ്ഞ ഒട്ടകപ്പക്ഷിയുടെ ഇറച്ചി ഏറ്റവും സുപ്പീരിയറായ മീറ്റാണ്. ഇവിടെ മാളു ഒട്ടകപ്പക്ഷിയെ ഫീഡ് ചെയ്യുകയാണ്. ഇത് വളരെ ശക്തിയുള്ളതും അപകടകാരിയായതുമായ പക്ഷിയായതിനാൽ നേരിട്ട് ഫീഡ് ചെയ്യുന്നത് അപകടകരമാണ്. അതുകൊണ്ടാണ് ചുറ്റിലും വളരെ പൊക്കമുള്ള വേലി നിർമ്മിച്ചിരിക്കുന്നത്. എഡ്ലിനും പൊന്നും അതിനെ ഫീഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഫുഡ് ഈ ട്യൂബിൽ കൂടിയാണ് ഫീഡ് ചെയ്യുന്നത്. ഈ ട്യൂബിലേക്ക് ഇടുമ്പോൾ അത് വേലിക്കുള്ളിൽ ഉറപ്പിച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വീണ് അവിടുന്ന് കൊത്തി തിന്നുന്നു. അവിടെ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ആക്സിഡൻറ്റ് എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം. ഞാൻ ക്യാമറയുമായി നീങ്ങുന്നത് കണ്ട് ഫുഡാണെന്ന് പ്രതീക്ഷിച്ച് ഒരുത്തൻ എന്നെ ഫോളോ ചെയ്യുന്നത് കണ്ടോ. അതുപോലെ തന്നെ അതാ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു യെസ് ഓസ്ട്രിച്ച് ബൈറ്റ് എന്ന്. 3 മാറ്റി വയ്ക്കുമാറ്. അവിടെ നിന്നൊക്കെ മാള് അത്ര ചേർന്ന് നിൽക്കരുത്, ഓക്കെ? കാരണം അതിൻ്റെ വീക്ക് കൊണ്ട് ചിലപ്പോൾ തൊത്താൻ പറ്റും. ഇച്ചിരി ആകുന്ന നിന്നിട്ട് ഇങ്ങോട്ട് ഇട്ടോ മാള് കിട്ടും, ഇട്ടോ. അങ്ങനെ അറിയണ്ട, അവിടെ നീ ഇച്ചിരി അകന്ന് നിന്നിട്ട് അതിനകത്തോട്ട് ഇടാനാ പറഞ്ഞു. എറിയണ്ട, അതിനകത്തോട്ട് തന്നെ ഇട്ടോ അങ്ങനെ. ഞങ്ങൾ മാർച്ചിലാണ് ഫീനിക്സ് സന്ദർശിച്ചത്. ഇപ്പോൾ ഇവിടെ ശക്തമായ കാറ്റുണ്ട്. അതുപോലെ ചൂട് 87 ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞങ്ങളുടെ ഷിക്കാഗോയിൽ 35 ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 1.7 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ ചൂട്. ഇപ്പോൾ ആൽവിൻ നമ്മുടെ ട്രാവൽ വീഡിയോയ്ക്ക് വേണ്ടി ഫുഡ് കയ്യിൽ വെച്ച് ഫീഡ് ചെയ്യാൻ പോവുകയാണ്. അയ്യേ പറ്റിച്ചേ, ഞാനത് ഷൂട്ട് ചെയ്തില്ല. ശരിക്കും സംഭവിച്ച് ഭയങ്കരമായ വെയിൽ കാരണം സ്ക്രീൻ കാണാനേ സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് മിസ്സായി പോയതാണ്. ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ഇതിൻ്റെ ബാക്കി 2 ഭാഗങ്ങളായി പബ്ലിഷ് ചെയ്യുന്നതാണ്. അതും കാണാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.